വാഴിക്കടവിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ മുഖ്യപ്രതി വിനീഷിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തെളിവെടുപ്പ്. കേസിന്റെ അന്വേഷണം മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അലവി അന്വേഷിക്കും. മലപ്പുറം എസ്പിയുടേതാണ് ഉത്തരവ്. വിശദാംശങ്ങളുമായി ശിവദാസ് ഉണ്ട്. ശിവദാസ്, എന്തൊക്കെയാണ് പോലീസ് ഇത് സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങൾ? ഇപ്പോൾ വിനീഷാണ് ഇതിൽ മുഖ്യപ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിനീഷിന്റെ സുഹൃത്തായ കുഞ്ഞു മുഹമ്മദ് എന്ന വ്യക്തിയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ ഇയാൾ കേസിൽ പ്രതിയല്ലെന്നാണ് പോലീസ് പറയുന്നത്. വിനീഷാണ് ഈ കേസിലെ മുഖ്യപ്രതി. ഇന്നലെ രാത്രി തന്നെ വിനീഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇവർ നായാട്ട് സംഘമാണ്. ഇതിനു മുൻപും ഇത്തരത്തിൽ കാട്ടുമൃഗങ്ങളെ എല്ലാം തന്നെ ഈ രീതിയിൽ വേട്ടയാടി അവർ വിൽപ്പന നടത്തിയിട്ടുണ്ട്. സമാനമായ വിഷയങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇവർക്കെതിരെ അത്തരത്തിലുള്ള കേസുകളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ നിലവിൽ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലാണ് പ്രതിയും അതോടൊപ്പം തന്നെ കസ്റ്റഡിയിലുള്ള ഇയാളുടെ സുഹൃത്തും ഉള്ളത്. ഇവരെ ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അതിന്റെ ചില സാങ്കേതിക പ്രയാസങ്ങൾ ഉണ്ട്. പക്ഷേ ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും എന്നാണ് പറയുന്നത്. അതിനുശേഷം തെളിവെടുപ്പ് നടത്തും. ഈ സംഭവ സ്ഥലത്ത് പന്നിക്കണി വെച്ച ഈ സ്ഥലത്തും ഇവരുടെ വീടിന് സമീപത്തും എല്ലാം തന്നെ ഇന്ന് വൈകിട്ടോടെ തെളിവെടുപ്പ് നടത്തും എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവരുടെ അതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ ഫോൺ രേഖകൾ അടക്കം പരിശോധിക്കും. മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വിളിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളെല്ലാം തന്നെ ഫോൺ രേഖകൾ അടക്കം പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോഴും പോലീസ് കേസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അലവിയാണ് കേസ് അന്വേഷിക്കുക. മലപ്പുറം എസ് ആണ് കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രണ്ട് പേർക്ക് ഈ സംഭവത്തിൽ പരിക്കേറ്റു. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ശിവദാസ് കന്മനമാണ്.